ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും എല്ലാം തയ്യാറെടുത്ത് നിന്നിരുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഇത്. വിനേഷ് ഫോഗട്ടിൻ്റെ ജന്മനാടാണ് ഹരിയാനയിലെ ബലാലി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മഹാവീർ ഫോഗട്ട് സിംഗ് ജിയുടെ സാമ്രാജ്യമാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കളരിയാണ് അഖാറ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഒരുപാട് കുരുന്നുകളെ കൈപിടിച്ചുയർത്തി കൊണ്ടുവന്ന് ഒളിമ്പിക്സ് അടക്കമുള്ള വേദികളിലേക്ക് എത്തിച്ച ആ ഒരു കളരി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെയാണ് വിനേഷും അതുപോലെ തന്നെ മഹാവീർ സിംഗിൻ്റെ മക്കളായിട്ടുള്ള ബബിതയും ഗീതയും എല്ലാം തന്നെ അഭ്യസിച്ചത്, പരിശീലിച്ചത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ആരുമില്ല, ആകെ ഒരു മൂകാവസ്ഥയാണ്, ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. आज के लिए जो मिठाइयाँ का पटाखा का जो पत्रकार मीडिया साथियों के लिए व्यवस्था करनी थी, टीवी जो कम से कम 1000 आदमी देखने की व्यवस्था करनी थी, कुर्सियाँ करनी थी. मैंने सारा नींद लिया. मैं सोचते भाई सुबह व्यवस्था में सोया नहीं, मैं सुबह जल्दी उठा, भाई जल्दी अब सारा करना. लेकिन जब सुबह 8-9 बजे ये समाचार मिला उसके बाद में जो मेरे सपने थे जो सोच रहा था. പക്ഷേ വിധി അത് വലിയൊരു പ്രഹരമാണ്. 140 കോടി ഇന്ത്യക്കാരുടെ മേലെ, അവരുടെ സ്വപ്നങ്ങളുടെ മേലെ ഏൽപ്പിച്ചിരിക്കുന്നത്. അയോഗ്യത വിനേഷ് ഫോഗട്ടിനെ തേടിയെത്തിയപ്പോൾ തകർന്നത് നമ്മുടെ കൂടെ മനസ്സാണ്. കാരണം അത്രത്തോളം പോരാടി എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് വിനേഷ് ഫൈനലിലെത്തിയത്. പക്ഷേ ചെറിയ ഒരു ഗ്രാമുകളുടെ വ്യത്യാസത്തിലായിരുന്നു അവർക്ക് അവരുടെ മെഡൽ നഷ്ടപ്പെട്ടത്. ഇന്ന് രാത്രി ആ ഫൈനൽ നടക്കുന്നുണ്ട്. സെമി ഫൈനലിൽ വിനേഷ് ആരെയാണോ തോൽപ്പിച്ചത് ആ ക്യൂബൻ താരം തന്നെയായിരിക്കും ഫൈനലിൽ അമേരിക്കയുടെ സാറയെ നേരിടുന്നത്. അന്ന് പക്ഷേ ആ കളി കാണാനായിട്ട് ഇവരാരും മുതിരില്ല. അഥവാ കാണുകയാണെങ്കിൽ ഒരു കണ്ണീരോടുകൂടി അല്ലാതെ കാണാൻ സാധിക്കില്ല. കാരണം അത്രയധികം ആഗ്രഹിച്ചിരുന്നു, അത്രമേൽ അവർ അർഹിച്ചിരുന്നു ആ മെഡൽ എന്ന് പറയുന്നത്. ഈ അയോഗ്യത, ഈ തൂക്കം, ഭാരക്കൂടുതൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യം ചർച്ചയാകുന്നുണ്ട്. അതിലൊക്കെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു അട്ടിമറി ഈ കുടുംബം ഇപ്പോൾ തള്ളിക്കളയുന്നില്ല എന്നുള്ള കാര്യമാണ്. देखिए उसने डाइट में क्या लिया है, क्या नहीं ने, कैसे वजन बढ़ा है, ये तो विनेश बताए या डॉक्टर जो कोच था इसने शाम में क्या खाया था, क्या पिया था, इसका वजन क्यों बढ़ा. फिर वो तो उसके बाद डॉक्टर बताया मैं वजन क्यों बढ़ा, इसका कारण क्या था वजन बढ़ने का. मेरे पास होता मैं वहाँ होता तो बता देता भाई ने ये शाम ने यह खाई थी. मैं भाई चीज़ से फैट बढ़ेगी, भैया चीज़ ना इतना वजन कंट्रोल में रखना, भैया चीज़ ले ले जिसमें एनर्जी भी रहे और वजन भी ना बढ़े. तो उसके आने के बाद में पता चलेगा. അതിനപ്പുറത്തേക്ക് നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. അടുത്ത ഒളിമ്പിക്സിന് 2028 ഒളിമ്പിക്സും മറ്റു മത്സരങ്ങളിലേക്കും പരിശീലിക്കണം, അതിനുവേണ്ടി പോരാടണം, നേട്ടം സ്വന്തമാക്കണം എന്നുള്ളൊരു ഉപദേശം കൂടിയാണ് മഹാവീർ സിംഗിന് വിനേഷിനോട് പറയാനുള്ളത്. यही कहना है बेटा, तो तेरा गोल्ड मेडल है. आज देश 140 भारत करोड़ इतना गोल्ड मेडल मान ले और आगे जो है लेने के लिए और आगे जो है 2028 के लिए तैयारी करो. ഹരിയാനയിലെ ബലാലിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.